ഇന്ന് ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് ഫ്രഷ് ടു ഹോം എന്ന് ഇത്തിരി മീൻ വാങ്ങിച്ചു കേട്ടോ. അത് നെയ്മീനാണ്. സുറുമൈ വജ്രം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് എന്ത് മീൻ, ഐക്കോറയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കോഴിക്കോട് ഇതിന് ഐക്കോറ എന്ന് പറയും. വേറെ എന്താ പേരെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല വലിയ പീസാണ് കേട്ടോ, നല്ല അടിപൊളി കഷ്ണം. അപ്പോൾ അത് വറുത്തരച്ച് വെക്കാമെന്ന് കരുതി തേങ്ങയും മല്ലിയും 2 സ്പൂൺ മല്ലിയും പിന്നെ ഒരു കപ്പ് തേങ്ങയും 5-6 ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇത്രയും ചേർത്ത് നന്നായി അരച്ചെടുത്തു. ഞാൻ അരച്ചെടുത്തിട്ട് അത് ചേർത്തു. അതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ്, അതിൻ്റെ ഇടയിൽ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി ഒരു കഷ്ണം കുടംപുളി ഇട്ടിട്ടുണ്ട്, പിന്നെ വാളംപുളിയും കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഇപ്പം കാണിച്ചത് മൈദയാണ് കേട്ടോ. അത് ഞാൻ മീൻ കഴുകാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. മീൻ അതിലിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ നല്ല ഉടുമ്പ് മണം, അങ്ങനെ ചീത്ത മണങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ പോവും, നല്ല ഫ്രഷായി കിട്ടാനാണ് ഈ മൈദയും വിനാഗിരിയും ചേർത്തിട്ട് നന്നായിട്ട്. ഉപ്പ് ചേർത്താലും നല്ലതാണ്, കല്ലുപ്പ് ചേർത്തിട്ട് കുറച്ച് കഴുകുക. ലാസ്റ്റ് മൈദ ചേർത്തിട്ട്, ഞാൻ ചിക്കൻ ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് കഴുകാറ് കേട്ടോ. അപ്പം നല്ല ക്ലീനായിട്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ മീൻ റെഡി ആയിട്ടുണ്ട്. മീൻ റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഉള്ളി കുറച്ച് വെളിച്ചെണ്ണയിൽ, ഞാൻ കടുകൊന്നും ഇടുന്നില്ല, വെറുതെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ. വെറുതെ നമുക്ക് ഇത്തിരി ഉള്ളി മൂപ്പിച്ചിടാം അതിൽ. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. അത്രയും ചെയ്യുന്നുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ചാറ് കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇത് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇത് പിന്നെ പാർട്ടികൾക്കൊക്കെ മിക്കവാറും ഈ മീൻ ഉപയോഗിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് അത് ഐക്കോറയാണെന്നാണ് തോന്നണം. എനിക്കറിയില്ല അതിൻ്റെ ടേസ്റ്റ് കണ്ടിട്ട്. ശരിക്കും എനിക്കറിയില്ല. അത് മുറിച്ചിട്ടല്ലേ നമുക്ക് കിട്ടുന്നത്, കട്ട് മീനാണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നെ അതിലെഴുതിയത് സുറുമൈ വജ്രം എന്നാണ്. അതെന്ത് മീനാണെന്ന് അറിയാവുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കത് ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മൂപ്പിച്ചിട്ട് നല്ല ബ്രൗൺ കളറാകുമ്പോൾ കറിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ, പിന്നെ ലാസ്റ്റ് ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ രാവിലെ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി ആയിരുന്നു ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ സാമ്പാർ വെച്ചു, അതിന് ചട്നി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കറിയുണ്ട്, ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാനിത്തിരി കുടപ്പനെടുത്ത് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഉണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. പപ്പടം തീർന്നു പോയി, ഇനി പപ്പടം കൂടി കാച്ചിയാലാണ് ഇഷ്ടമാവുക. നാളെ ആണെങ്കിൽ ഞങ്ങൾക്കൊരു ഫങ്ഷൻ ഉണ്ട്. ഇവിടെ നിന്നല്ല, ഒല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. തൃശ്ശൂർ ഒല്ലൂർ എന്നൊക്കെ പറയില്ലേ, അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ അവിടേക്ക് പോകണം നാളെ. അപ്പോൾ വേറൊന്നുമില്ല. അപ്പോൾ അത് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും, അടിപൊളിയാണ്. ഇതേമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇത് ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് കേട്ടോ വെച്ചത്. നിങ്ങളെങ്ങനെയൊക്കെയാണ് വെക്കണതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പറയണം. അപ്പോൾ അതേപോലെ നമുക്കൊന്ന് നോക്കാമല്ലോ. വേറെ ഓരോരോ രീതിയിൽ മീൻ കറിയൊക്കെ നമുക്ക് എപ്പോഴും ഒരേമാതിരി വെക്കുമ്പോൾ രസമില്ല. അപ്പോൾ ചിലപ്പോൾ മുളകിട്ട് വെക്കാം, മുളക് ചാറ് ആക്കിയിട്ട്. കപ്പയിലേക്കൊക്കെയാണ് അത് നല്ല ടേസ്റ്റ് കേട്ടോ, അങ്ങനെ മുളക് ചാറ് വെക്കേണ്ടതൊക്കെ.